നമസ്കാരം. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 8 ദിവസം. പ്രചരണം ഫൈനൽ ലാപ്പിലേക്ക് കടക്കുകയാണ്. LDFും UDFും നാളെ പ്രകടന പത്രിക പുറത്തിറക്കും. വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. കാണാം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണയും തീപാറും പോരാട്ടമാണ് നടക്കുന്നത്. മുൻകാലങ്ങളിൽ പലതവണ ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധി പറഞ്ഞ മണ്ഡലം നിലനിർത്താനുള്ള ഉറച്ച ശ്രമത്തിലാണ് LDF. അതേസമയം മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ശക്തമായ നീക്കവുമായി UDFുമുണ്ട്. തുടർച്ചയായി 2 തവണ 2ാം സ്ഥാനത്തെത്തിയ NDAയും ഇത്തവണ 1ാം സ്ഥാനത്തെ ലക്ഷ്യമാക്കി പ്രചരണം ശക്തമാക്കുകയാണ്. അതിനാൽ 3 മുന്നണികളും മുഴുവൻ ശക്തിയും വിനിയോഗിക്കുന്ന ത്രികോണ പോരാട്ടമായി ചാത്തന്നൂർ മാറുകയാണ്. പരവൂർ നഗരസഭയും 6 പഞ്ചായത്തുകളും അടങ്ങുന്ന ചാത്തന്നൂർ നിയമസഭാ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം സ്വതന്ത്രനോടൊപ്പം നിന്നു. പിന്നീട് UDFും LDFും മണ്ഡലത്തിൽ ഭരിച്ചു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഈ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് കാണാം. 2011 മുതൽ GS ജയലാലിലൂടെ CPI മണ്ഡലത്തിൽ അതിശക്തമായ വേരുറപ്പിച്ചു. മണ്ഡലം നിലനിർത്താനായിട്ട് അഡ്വക്കേറ്റ് R രാജേന്ദ്രനാണ് മത്സരരംഗത്തുള്ളത്. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. അതിശക്തമായ മത്സരമാണ് മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസനമുണ്ട്, അത് കുറെ കൂടെ ത്വരിതപ്പെടുത്തുക. ഈ പറയുന്ന മറ്റ് ചില ആവശ്യങ്ങളുണ്ട്. അത് ഇപ്പോൾ സ്പിന്നിംഗ് മില്ലിൻ്റെ പ്രശ്നം തന്നെയുണ്ട്. ആ സ്പിന്നിംഗ് മില്ലിൻ്റെ പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളാണ് അതിപ്പോൾ അങ്ങനെ കിടക്കാൻ കാരണം. അത് പരിഹരിക്കാനുള്ള വഴി നോക്കും ഒരു ഗവൺമെൻറ്റിന്, സംസ്ഥാന ഗവൺമെൻറ് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യും. പിന്നെ ടൂറിസം മേഖലയിലെ വികസനത്തിനും ചില നിയമപരമായ തടസ്സം, കോടതി ഇടപെട്ട ചില പ്രശ്നങ്ങളാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലും ചില സാങ്കേതിക വിഷയങ്ങൾ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ടുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തെത്തിയ സൂരജ് രവിയാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി കൂടിയാണ്. മണ്ഡലത്തിലെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് വോട്ടഭ്യർത്ഥന. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഒരു വലിയ റെസ്പോൺസ് ഉണ്ട്, വലിയ പ്രതികരണം. അത് ഈ കഴിഞ്ഞ 10 ദിവസങ്ങൾ കൊണ്ട് നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗത്ത് നിന്നപ്പോൾ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളെ, സ്ത്രീകളാണെങ്കിലും അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകളുമായിട്ട് നടത്തിയ ആ ഒരു സംവാദത്തിൽ എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ നിയോജകമണ്ഡലം തിരിച്ചുപിടിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കും. ഇരുമുന്നണികളെയും വിറപ്പിച്ചുകൊണ്ടാണ് BJP മണ്ഡലത്തിൽ വേരുറപ്പിക്കുന്നത്. 2 തവണ കോൺഗ്രസിനെ പിന്തള്ളിയാണ് BJP 2ാം സ്ഥാനത്തെത്തിയത്. ഈ പ്രാവശ്യവും BB ഗോപകുമാർ തന്നെയാണ് BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. 1ാം സ്ഥാനത്തെത്തുമെന്നുള്ള വലിയ വിശ്വാസത്തിലാണ്. ഒരു നിയമസഭാ മണ്ഡലം നിരവധി വിഷയങ്ങളുണ്ട്. അത് വ്യാവസായികമുണ്ട്, തൊഴിൽ മേഖലയുണ്ട്, വിദ്യാഭ്യാസ മേഖലയുണ്ട്, കാർഷിക മേഖലയുണ്ട്. ഈ മേഖലകളെല്ലാം എല്ലാ ഇടപെടലും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടും ഒരു MLA എന്ന രീതിയിൽ വാങ്ങേണ്ട കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട്. തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. ചാത്തന്നൂരിൽ ഇത്തവണ മാറി ചിന്തിക്കും. NDA BJP സ്ഥാനാർത്ഥി ജയിക്കും. ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ കൂടുതൽ തവണ ഇടതുപക്ഷമാണ് വിജയിച്ചിട്ടുള്ളതെങ്കിലും NDAയുടെ വോട്ടിംഗ് ശതമാനം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ UDFും 2ാം സ്ഥാനത്തെത്തിയിട്ടുമുണ്ട്. 2026 തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചാത്തന്നൂർ നിയമസഭാ മണ്ഡലം. സുനീഷ്, ന്യൂസ് 18, കൊല്ലം. ചെങ്ങന്നൂരിൽ മത്സരം LDFും BJPയും തമ്മിലാണെന്ന് സജി ചെറിയാൻ. UDFിനേക്കാൾ മെച്ചപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് BJPയുടേത്. ആലപ്പുഴയിൽ 8 മണ്ഡലങ്ങൾ വിജയിക്കും. G സുധാകരൻ പറയുന്ന കാര്യങ്ങൾക്ക് ആരും വില കൊടുക്കുന്നില്ല. കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെട്ടതിനു പിന്നിൽ VS പക്ഷവുമായുള്ള പ്രശ്നമല്ല. H സലാം നിഷ്കളങ്കനായ പാർട്ടി പ്രവർത്തകനാണ്. G സുധാകരന്റേത് ഏറ്റവും ജീർണിച്ച അധപതനമാണെന്നും സജി ചെറിയാൻ ന്യൂസ് 18നോട് പറഞ്ഞു. ചെങ്ങന്നൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ നിലവിലെ കേരള നിയമസഭയിലെ മന്ത്രിയുമായ സജി ചെറിയാനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചെങ്ങന്നൂരിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെ പോകുന്നു? കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം ചെങ്ങന്നൂരുണ്ടാകും. ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റിയ ഒരു കാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. ഒരുപാട് സ്വപ്ന പദ്ധതികൾ, ഇപ്പോൾ ജില്ലാ ആശുപത്രി 100 കോടിക്ക് പൂർത്തീകരിച്ചു. ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് 1ാം ഘട്ടം പൂർത്തീകരിച്ചു. അപ്പോൾ സ്വപ്ന പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാവുകയും പൊതുവായി ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് ജനങ്ങളോട് 10 വർഷത്തിനിടയിൽ പറഞ്ഞതല്ല. അപ്പോൾ അതിൻ്റെതായ വലിയൊരു ഇമ്പാക്ട് ജനങ്ങൾക്കിടയിലുണ്ട്. കാരണം ഒരു വിശ്വാസമുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടാൽ നാടിനു വേണ്ടി പ്രവർത്തിക്കുമെന്നൊരു വിശ്വാസം. ആ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നമ്മൾ നടത്തുന്നത്.
പോകുന്നിടത്തെല്ലാം നല്ലൊരു പ്രതികരണമാണ് കാണുന്നത്. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തുടർന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു അവസരം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രതികരണം കണ്ടുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെങ്ങന്നൂരിൽ ഇത്തവണ ത്രികോണ മത്സരമാണ്, എന്താ സാഹചര്യം? ത്രികോണ മത്സരം സ്വാഭാവികമായിട്ടും വേണേ പറയാം. കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഒരു മത്സരം. കാരണം ഞങ്ങൾ വളരെ മുന്നിൽ ഇടതുപക്ഷം വോട്ടിന്റെ കാര്യത്തിൽ വന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം. UDF BJPയുമാണ് വളരെ ചെറിയ വ്യത്യാസം അവർ തമ്മിലുള്ള. അവരിലാര് എന്നുള്ളതാണ് ഒരു ചോദ്യം. പക്ഷെ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ എൻ്റെ ഒരു റീഡിംഗ് ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ, ആദ്യം അത് കണ്ടില്ല, പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് ലാപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനേക്കാൾ കുറച്ചുകൂടി പെർഫോമൻസ്, വോട്ടാണെന്ന് ഇട്ടെന്നിരിക്കുന്നില്ല, കുറച്ചുകൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും പെർഫോമൻസും BJP കാണിക്കുന്നുണ്ടെന്നൊരു തോന്നൽ എനിക്കുണ്ട്. UDFനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പെർഫോമൻസ് അവർ കാണിക്കുന്നു ഉണ്ടെന്നാണ് കാണുന്നത്. കാരണം അവരും BJPയുമായിട്ട് 2000 വോട്ട് വ്യത്യാസമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമുണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തനത്തിൽ കുറച്ച് മറ്റവരേക്കാൾ മെച്ചപ്പെട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് വോട്ടെങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാകേണ്ട യാതൊരു സാഹചര്യം ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷൻ ഇല്ല. അതാണ്. അമ്പലപ്പുഴയുടെ സാഹചര്യം എങ്ങനെയാണ്? ജില്ലയുടെ ചുമതലയുള്ള പാർട്ടി നേതൃത്വത്തിലുള്ള ആളുകൂടിയാണല്ലോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ആലപ്പുഴ ജില്ലയിൽ ഈ പ്രാവശ്യം ഉണ്ടാവും. കഴിഞ്ഞ തവണ ജയിച്ച എല്ലാ സീറ്റുകളും ഇത്തവണ ജയിക്കും. 8 സീറ്റും ജയിക്കും, ഒരു സംശയം വേണ്ട. കടുത്ത മത്സരം ഹരിപ്പാട് ഇപ്രാവശ്യം ഉണ്ടാവുകയും ചെയ്യും. കരുതിയാറ് സംശയത്തിൽ ഹരിപ്പാട് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച മണ്ഡലമാണെങ്കിൽ പോലും UDFനെതിരെ നല്ല മത്സരം ഹരിപ്പാട് കാഴ്ചവെക്കും. മറ്റ് 8 മണ്ഡലത്തിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞങ്ങൾ ജയിക്കുകയും ചെയ്യും. ഒരുമിച്ച് വളരെ അടുപ്പമുണ്ടായിരുന്ന G. സുധാകരൻ മറ്റൊരു പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു. പരസ്പരം വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണും? അദ്ദേഹം ഉന്നയിക്കുന്ന വിമർശനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പാർട്ടി നേതൃത്വത്തിനെ കുറിച്ച് വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ആരും വില കൊടുക്കുന്നില്ലല്ലോ, പിന്നെ അതിനെ പ്രത്യേകിച്ച് പ്രതികരിക്കേണ്ട കാര്യം. അദ്ദേഹം വേറെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ആ കാര്യത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. അദ്ദേഹം എന്തെങ്കിലും പാർട്ടി ഇരുന്ന കാലത്ത് ഏതെങ്കിലും കാര്യങ്ങൾ ആരെപ്പറ്റി ആശയം പറയും, അനാവശ്യം പറയുകയും ചെയ്യുന്നതിന് മറുപടി കൊടുക്കേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചില്ല. ഞങ്ങൾ ആ പ്രശ്നത്തെ രാഷ്ട്രീയമായിട്ട് കാണും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ അധപ്പതനമാണ് സംഭവിച്ചത്. അത് എന്നിനിയും തിരിച്ച് അറിയുമോ എന്ന് എനിക്കറിയില്ല. അത്രയും ഒരു അധപ്പതനം ലോകത്താർക്കും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും വളരെ അടുത്ത ആളുകളായിരുന്നു. അതിനൊന്നും യാതൊരു വ്യക്തിപരമായ കാര്യത്തിൽ ഇപ്പോൾ വ്യത്യാസമൊന്നുമില്ല, ഒരകൽച്ചയില്ല. ഈ കൃഷ്ണപിള്ള സ്മാരകത്തിന് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ G. സുധാകരൻ ഉന്നയിച്ച വാദം, അതായത് അവിടെ പുലർച്ചെ എത്തുന്നു, അല്ലെങ്കിൽ VS പക്ഷത്തിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു സംഭവം നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ മറുപടി അറിയിക്കാത്ത കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ VS പക്ഷം ഒരു പക്ഷം ഈ കേരളത്തിൽ എന്താണെന്നും ഇല്ലല്ലോ. VS പക്ഷം അല്ലല്ലോ അന്നത്തെ പിന്നെ കഞ്ഞിക്കുഴിയിലെ പ്രശ്നത്തിന്റെ അടിസ്ഥാനം. VS പക്ഷവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരാണല്ലോ ഇല്ലല്ല, അങ്ങനെ VS പക്ഷമായിട്ടൊന്നും പ്രശ്നമില്ല. കഞ്ഞിക്കുഴിയിലെ പാർട്ടിക്കകത്ത് 2 വിഭാഗങ്ങളായി തിരിച്ചുള്ള പ്രശ്നമാണ്, അല്ലാതെ സംസ്ഥാനത്തുണ്ടായ പ്രശ്നങ്ങളുടെ ഭാഗമല്ലത്. അതിലൊക്കെ ചുമ്മാതെ ഒരു പിന്നെ ആരും വിശ്വസിക്കാത്ത തരത്തിൽ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് തോട്ട് കിട്ടാൻ വേണ്ടി പാർട്ടിയുടെ സമന്വയ നേതാവ് കൃഷ്ണപിള്ളയെ പോലും വലിച്ചടിക്കാന്ന് അതേപോലെ രാഷ്ട്രീയ അധപ്പതനമാണ്, ജീർണതയാണ്. ആ ജീർണതയെപ്പറ്റി ഇനിയും വിശദീകരിച്ച് വെറുതെ എന്റെ സമയം കളയണ്ട, ഞാൻ അതിന് താല്പര്യപ്പെടുന്നില്ല. H. സലാമിനെ പാർട്ടി ജില്ലാ സെക്രട്ടറിയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പിന്നീട് H. സലാം ജില്ലാ സെക്രട്ടറിയിൽ നിന്നും മാറ്റപ്പെട്ടു. അതിന് ചേതന പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? മാറ്റപ്പെട്ടത് പാർട്ടി ഓരോ കാലത്ത് ഓരോ സഖാക്കളെ റിക്രൂട്ട് ചെയ്യും, ഓരോരുത്തർ വളർത്തിക്കൊണ്ടുവരും. H. സലാമിനെ മാറ്റിയെന്നാരാ പറഞ്ഞു? ഒരു ഘട്ടത്തിൽ H. സലാം സെക്രട്ടേറിയറ്റ് വന്നു, അടുത്ത സെക്രട്ടേറിയറ്റ് പോലും സംഘടിപ്പിച്ചോ ആസമില്ലായിരുന്നു. പിന്നത്തെ സെക്രട്ടേറിയറ്റ് അദ്ദേഹം ഉണ്ടായിരുന്നു. ചേതന കേരളത്തിലെ ഏറ്റവും നല്ല പാലിയേറ്റീവ് സൊസൈറ്റിയാണ്. അനാവശ്യമായ കാര്യങ്ങൾ ഈ പറയുന്നില്ല. അയാളെപ്പോലെ നല്ലൊരു നിഷ്കളങ്കനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു ഏറ്റവും നല്ല ക്യാരക്ടറുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു സെക്യുലറായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഇത്ര മതേതരവാദിയായ ഒരാൾ എന്തിനാ G. സുധാകരൻ തെരഞ്ഞെടുപ്പ് അനുസരിച്ചപ്പോൾ എല്ലാം അയാളെയല്ലേ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആക്കിയത്? അയാളുടെ കൂടെ നിന്നല്ലേ G. സുധാകരൻ തെരഞ്ഞെടുപ്പെല്ലാം ജയിക്കാൻ വേണ്ടി പ്രവർത്തിച്ചത്? ഇപ്പൊ എപ്പോഴാണ് അദ്ദേഹം പിന്നെ സെക്യുലർ അല്ലാതായത്? ഇതൊക്കെ ചുമ്മാ വെറുതെ വ്യക്തിപരമായ വിരോധം. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഒരു സീറ്റിന് വേണ്ടി എടുത്ത നിലപാടാണ്. അദ്ദേഹം ആ നിലപാടിന്റെ ഭാഗമായി പോയി ഏറ്റവും ജീർണിച്ച ഒരു ചരിത്രത്തിൽ ഇത്രയും ജീർണതയുണ്ടായ ഒരു അധപ്പതനം മറ്റൊരു കൂടാത്തില്ല. അതാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെ വിജയം ഇത്തവണയും ആവർത്തിക്കും എന്നുള്ളതാണ് ജില്ലയുടെ കൂടി ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തവണ ഹരിപ്പാട് ശക്തമായ ഒരു മത്സരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ചെങ്ങന്നൂരിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പ്രചാരണ രംഗത്തുടനീളം സ്ഥാനാർത്ഥിയില്ലെങ്കിലും CPMന്റെ ഷുവർ ബെറ്റാണ് ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭൂരിപക്ഷം ഉയർത്താൻ പാർട്ടി പണിപ്പെടുന്ന മണ്ഡലം. തിരക്കുകൾക്കിടയിൽ സ്ഥാനാർത്ഥി എത്താത്തതുമൂലം
മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും പ്രചരണം എത്തിക്കാനുള്ള തീവ്ര പ്രയത്നത്തിലാണ് അണികളും നേതാക്കളും. സാങ്കേതിക വിദ്യ പോലും സാക്ഷ്യം പറയുന്ന സത്യത്തിന്റെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം. വികസന നേട്ടങ്ങൾ നിങ്ങളുടെ വീട്ടുപടിക്കലെത്തുന്നു. ലൈഫ് മിഷനിലൂടെ 5 ലക്ഷം കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ മേൽക്കൂര. കെയർഫോണിലൂടെ സാധാരണക്കാരന്റെ വീട്ടിലും അതിവേഗ ഇന്റർനെറ്റ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഹൈടെക് ക്ലാസ് മുറികളും വഴി നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാവുക 2-3 ദിവസം. എങ്കിലും CPM-ന് ഷുവർ ബെറ്റാണ് ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂരിപക്ഷം ഉയർത്താൻ വേണ്ടി മാത്രം മത്സരിക്കുന്ന മണ്ഡലം. പിണറായിയുടെ അസാന്നിധ്യമൊന്നും ഇവിടുത്തെ CPM നേതാക്കൾക്കും അണികൾക്കും പ്രശ്നമല്ല. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന ഓരോ വീടുകളിലും പ്രവർത്തകർ എത്തിച്ചു കഴിഞ്ഞു. പിണറായി സർക്കാരിന്റെ വികസനവും ധർമ്മടത്ത് MLA എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളും എടുത്തുകാട്ടുന്നു. MLA-ൻ്റെ ഒരു കുറവ് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ കരുതിയത് അങ്ങനെയാണ്. ഇത് മുഖ്യമന്ത്രി ആകുമ്പോൾ മണ്ഡലത്തിൽ വരാൻ പറ്റില്ല, മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു നമുക്കെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ സമയം കണ്ടെത്തി മുഖ്യമന്ത്രി നമ്മുടെ മണ്ഡലത്തിൽ വരുന്നുണ്ട്. അത് വികസന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ മാത്രമല്ല, മണ്ഡലത്തിൽ വരുമ്പോൾ നിശ്ചിത സമയം MLA-യുടെ ഓഫീസിലിരുന്ന് ആവശ്യക്കാർക്ക് നിവേദനം കൊടുക്കാനും പരാതികൾ പറയാനൊക്കെ ഉണ്ടെങ്കിൽ അത് ജില്ല വിട്ടും ജില്ലക്ക് പുറത്തും സംസ്ഥാന നാനാഭാഗത്തു നിന്നും ഈ വീട്ടിൽ വരുന്ന സമയത്ത് ആളുകൾ വരാറുണ്ട്. ആർക്കും ഒരു ആക്ഷേപമില്ല. ചിലപ്പോൾ നമ്മൾ സമയം വെച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇന്ന ദിവസം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഗവൺമെൻറ് സെൻറ്ററിൽ MLA ഓഫീസിലുണ്ടാകും എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾ പല ജില്ലകളിൽ നിന്നും വരുന്നുണ്ട്. അപ്പം മുഖ്യമന്ത്രി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് അത് പൊള്ളയായ ഒരു വാദം മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ഈ മുഖ്യമന്ത്രി നമ്മുടെ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട്, പ്രതിദാനം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും വികസനം തന്നെയാണ് പ്രധാന പ്രചാരണ ആയുധം. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വികസന സംവാദ സംഗമങ്ങളുമായി മണ്ഡലത്തിൽ മുഖ്യമന്ത്രി എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് തീരും മുമ്പുള്ള 3-4 ദിവസങ്ങളിൽ മാത്രമാണ് മണ്ഡലത്തിൽ അദ്ദേഹം കാണുക. ധർമ്മടത്തെത്തിയാൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല, ഈ ധർമ്മടംകാരുടെ MLA കൂടിയാണ്. എൻ്റെ തൊട്ടുപുറയിൽ പുറയിൽ കാണുന്ന കൺവെൻഷൻ സെന്ററിൽ അതിൻ്റെ ഓഫീസാണ്, അദ്ദേഹത്തിൻ്റെ ബോർഡാണ് ഈ കാണുന്നത്. MLA@gmail.com എന്ന ഇമെയിൽ വിലാസമുണ്ട്. MLA-യുടേതായി പിണറായി വിജയൻ്റെ MLA പദവിയിലേക്കുള്ള ഇമെയിൽ വിലാസം കൂടിയാണ്. ജനങ്ങൾക്ക് പരാതി അയക്കാം, പരിഭവങ്ങൾ പങ്കുവെക്കാം. അങ്ങനെ ധർമ്മടത്തിൻ്റെ MLA ആയ പിണറായി വിജയൻ്റെ ഇവിടുത്തെ മുഖ്യമന്ത്രി നിലയിൽ തിരക്കുകാരനുള്ള അസാന്നിധ്യം അത് ഒരു സാന്നിധ്യമാക്കി മാറ്റാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലുമാണ് ഇപ്പോൾ പാർട്ടി നേതാക്കളും അണികളും മറ്റുമുള്ളത്. വലിയ പ്രചണ്ഡമായ പ്രചരണ പ്രവർത്തനങ്ങൾ ധർമ്മടത്തുടനീളമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയാണ്. സുമേഷ് മോറാനയ്ക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, പിണറായി. യുദ്ധരംഗത്ത് എതിരാളികളെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒപ്പമുള്ളവരെയും പിന്നിലുള്ളവരെയും ശ്രദ്ധിക്കണമെന്ന് ഒറ്റപ്പാലത്തെ NDA സ്ഥാനാർത്ഥി മേജർ രവി. തനിക്കൊപ്പമുള്ളത് പാർട്ടിയിലെ യുവപ്രവർത്തകരാണ്. മണ്ഡലത്തിൽ തനിക്കുള്ള സ്വീകാര്യത വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ. ഒറ്റപ്പാലത്ത് NDAയും LDF-ഉമായാണ് മത്സരമെന്നും മേജർ രവി ന്യൂസ് 18നോട് പറഞ്ഞു. ഒറ്റപ്പാലത്ത് ഇപ്പോൾ തീവാർന്ന പോരാട്ടമാണ്. വലിയ ആത്മവിശ്വാസത്തോടെയാണ് NDA സ്ഥാനാർത്ഥിയായ മേജർ രവി രംഗത്തുള്ളത്. മേജർ സർ, എങ്ങനെയുണ്ട് ക്യാമ്പയിനൊക്കെ? ക്യാമ്പയിൻ നിങ്ങളിപ്പോൾ കണ്ടു കാണുമായിരിക്കും ഇവിടെ എന്താണ് നടക്കുന്നത്. ബേസിക്കലി ഇപ്പോൾ ഉള്ളത് ഒരു NDA സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ CPM-ൻ്റെയും ആ ഒരു ലെവലിലേക്കാണ് നിൽക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് എത്ര ആ രണ്ടും കൂടെ ഉള്ളത് ഹിന്ദിയിൽ പറയും 19-20 19-20 അതിൽ ഏതാന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ സമയം കഴിയുമ്പോഴത്തേക്കും മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ഈ രാഷ്ട്രീയത്തിൽ അങ്ങയുടെ പല പ്രസ്താവനകളും ഇതിനോടൊക്കെ നമുക്ക് ചർച്ച ചെയ്തത്, പക്ഷേ ആക്റ്റീവായിട്ട് പൊളിറ്റിക്സ് ഇലക്ഷനിലേക്ക് ഇറങ്ങാന്ന് പറയുമ്പോൾ അതൊരു വേറൊരു സ്ട്രാറ്റജിയാണല്ലോ. എങ്ങനെയാണ് അതിനെ ഫീൽ ചെയ്യുന്നത്? ആക്റ്റീവ് പൊളിറ്റിക്സിനകത്ത് ഞാൻ കാണുന്നത് ഇത് ഇവിടെ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന മണ്ഡലം പ്രസിഡന്റുമാർ, ബൂത്തുകാർ ഇവരൊക്കെ ആഞ്ഞു നിൽക്കുന്നുണ്ടാവും. കാരണം ഈ അണികളുടെ ഒരു ആവേശം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ആക്ച്വൽ പ്രവർത്തനം എന്നുള്ളത്. ഇതിനിടയിൽ പലപ്പോഴും നമ്മൾ പല പുഴുക്കുത്തുകളും കാണും. അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുമായിരിക്കും, നമ്മളോട്ടുള്ള പല പ്രശ്നങ്ങളും കാണും. പക്ഷെ ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ കൂടെ കട്ടക്ക് ചെറുപ്പക്കാരെ നിൽക്കുന്നുണ്ട്. അത് യൂത്താണെങ്കിലും ശരി, യുവജന മോർച്ചയാണെങ്കിലും ആ ഒരു ലെവലിൽ നിൽക്കുന്ന പിള്ളേരെ കാണുന്ന സമയത്ത് അവരുടെ രാത്രിയിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്ന സമയം നോക്കിയാൽ 1:30, 2:30 ചെയ്യുമ്പോൾ അതിനകത്ത് യൂത്ത് മാത്രമല്ല, ചിലപ്പോൾ വയസ്സായിട്ടുള്ള ആൾക്കാർ റോട്ടിലിരുന്ന് എഴുതുന്നു. അത് കാണുമ്പോൾ യെസ്, എൻ്റെ കൂടെ ഇവരുണ്ട്
ആ ആത്മവിശ്വാസത്തിൽ തന്നെ. വാർഫീൽഡ് പോലെ തോന്നുന്നു. വാർഫീൽഡ് ശത്രു മുന്നിലേ ഉണ്ടാവുള്ളൂ. ഇവിടെ എവിടെയും ഉണ്ടായിരിക്കും ശത്രു, അതാണ് പ്രശ്നം. വാർഫീൽഡ് തരുമ്പോൾ മുന്നിൽ വരുന്നതിനെ നോക്കിയാൽ മതി. ഇവിടെ കൂടെ നടക്കുന്ന ചിലതും കാണുമായിരിക്കും. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അല്ലെങ്കിൽ ഐ എം ഓക്കെ. പ്രചരണത്തിന് വല്ലാത്തൊരു ഊർജ്ജം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇനിയിപ്പോൾ ഇങ്ങോട്ട് എൻ്റെ രീതിയിൽ ഞാനൊരു മിനിസ്റ്ററിനെ നോക്കുന്നുണ്ട്. കാരണം ഇവിടെ കുറേ പട്ടാളക്കാരുണ്ട്, അവരുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതെനിക്കൊന്ന് അഡ്രസ്സ് ചെയ്യണം. 10,000 ചില്ലാനും ഫാമിലീസ് ഉണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 20,000 വോട്ടുകളുണ്ട്. അവർക്ക് കുറേ പ്രശ്നം ആരും ഇല്ല ഇവിടെ. അപ്പം അതിന് ഡിഫൻസ് മിനിസ്റ്റർ അത് കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. ചിലപ്പം അദ്ദേഹം ലാൻഡ് ചെയ്യും. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അല്ല, അങ്ങേ ഇറക്കിയതിൽ പലപ്പോഴും അങ്ങ് ഈ നാട്ടുകാരനല്ല, പ്രതീക്ഷിച്ച പലരും ഉണ്ടാവും. അങ്ങനെ പെട്ടെന്ന് വന്നപ്പോൾ അതിൽ അതൃപ്തി ആരെങ്കിലും പരസ്യമായി കാണിച്ചു? പരസ്യമായിട്ടല്ല, അത് ഇങ്ങനെ രഹസ്യമായിട്ട് കാണിച്ചാലും ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടിയിൽ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളെ തന്നെ ഇപ്പോൾ BJPയുടെ ഇതുവരെയുള്ള പരാജയങ്ങൾ എന്തായിരുന്നു? റിപ്പീറ്റഡ് ഫേസസ്. ഇവിടുത്തുകാരൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ ഒരു സംഭവത്തിന് വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവണം ഇവിടെ എന്താ പ്രശ്നം, ഞാൻ അവരെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം. അല്ല, ഞാനിവിടെ വന്നിട്ട് പിണറായി വിജയൻ അത് ചെയ്തു, VD സതീശൻ ഇത് ചെയ്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടുത്തെ കാര്യമാണ് ഞാൻ സ്റ്റഡി ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതേപോലെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം അതിൽ കാര്യമില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്തുകൊണ്ടാണെന്നറിയാം. വെള്ളത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഈ ടൂറിസം ട്രെയിൻ നിർത്തി കൊടുക്കേണ്ടത് ഇതെല്ലാം സെൻട്രൽ ഭരിക്കുന്ന എൻ്റെ പ്രധാനമന്ത്രിയാണ്. ഇവിടുന്ന് ഒരു MLA പോയി കഴിഞ്ഞാൽ, സാറേ ഞാനിവിടെ വാക്ക് കൊടുത്തിട്ടാണ് അവരെന്നെ ജയിപ്പിച്ചിരിക്കുന്നത്, അത് നടത്തി തന്നില്ലെങ്കിൽ നമുക്ക് രണ്ടാൾക്ക് ബഹുമാനമാണ്. അപ്പം അതുകൊണ്ട് നടത്തിയിരിക്കും. എന്തായാലും ഈ യുദ്ധം ജയിക്കുന്ന ആത്മവിശ്വാസം തന്നെയാണ്. ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ ജയിക്കാനാണ്, അല്ലെങ്കിൽ മരിച്ചിട്ട് വരാന്നുള്ളതാണ്. അപ്പം അത് ഇവിടെ പിന്നെ മരണമില്ല, ഒരു തോൽവി എന്നുള്ളേ ഉള്ളൂ. അപ്പം അതുപോലും ഫേസ് ചെയ്യാൻ ചങ്കൂറ്റം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ആ ചങ്കൂറ്റത്തിൽ നിൽക്കുന്നുണ്ട്. ആര് പിന്നൊന്ന് കുത്തിയാലും മുൻപൊന്ന് കുത്തിയാലും ശരി, താങ്ങാൻ അത്രയും ഇൻ്റലിജൻസ് വർക്കുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്താണെങ്കിലും സർവ്വസജ്ജനായിട്ടാണ് ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അത് വിജയം കാണുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പ്രജിത് കോങ്ങാടൊപ്പം CB അനുമോദ്, ന്യൂസ് 18. PK ശശിക്ക് ഒറ്റപ്പാലത്ത് വോട്ട് ചെയ്യുന്ന ഇടതുപക്ഷക്കാരേക്കാൾ PK ശശി കാരണം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന UDF-കാരാകും മണ്ഡലത്തിൽ ഭൂരിപക്ഷമെന്ന് ഒറ്റപ്പാലത്തെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രേംകുമാർ. 50% വോട്ടുകൾ നേടി ഒറ്റപ്പാലത്ത് LDF തുടരുമെന്നും പ്രേംകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. ഒറ്റപ്പാലത്തെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K പ്രേംകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രേമേട്ട, ആദ്യം തന്നെ വ്യത്യസ്തമായി തോന്നിയത് നോട്ട് ബുക്കുകൾ സ്വീകരിച്ചുകൊണ്ടുള്ളൊരു വേറിട്ട് വന്നാൽ എന്താണ് അത് പറഞ്ഞു തുടങ്ങുന്നത്? അതെ, നമ്മൾ അങ്ങനെ ചെയ്യാൻ കാരണം നമ്മളൊരു ദിവസം രാത്രി സ്വീകരണ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ 100 കണക്കിന് റിബൺ, മാല, ഷാളെല്ലാമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പലയിടത്തും നേരത്തെ നമുക്ക് മൊമെൻറ്റോസും ലഭിച്ചിരുന്നു. അതും വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയാത്ത വിധം പ്രയാസം അനുഭവിക്കുകയാണ്. ഒരു 3 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ പലതും പതുക്കെ നശിക്കാനും തുടങ്ങും. ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി സ്വീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇങ്ങനെ റിബണുകളെല്ലാം ലഭിക്കുമ്പോൾ അതിന് പകരം അപൂർവം ചിലർ നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങളൊക്കെ വാങ്ങി നൽകാൻ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ സഹായിക്കാൻ കഴിയുന്ന നിലയിൽ പഠനോപകരണങ്ങൾ നൽകിയാൽ മതി എന്ന് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒറ്റപ്പാലം മണ്ഡലത്തിലെ നേതാക്കളോട് നമ്മളൊരു അഭ്യർത്ഥന നടത്തി. അത് അവർ സ്വീകരിക്കുകയും താഴെ തട്ടിലേക്ക് അതിൻ്റെ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ മണ്ഡലത്തിൽ നോട്ട് പുസ്തകങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മറ്റ് ജിയോമെട്രി ബോക്സ് ഉണ്ട്, വിവിധങ്ങളായിട്ടുള്ള പഠനോപകരണങ്ങൾ, നമുക്ക് പെന്നുകളുണ്ട്, പെൻസിലുണ്ട്, അതെല്ലാം നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് നമുക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് കൊടുക്കുകയും ചെയ്യാം. നല്ലൊരു നീക്കം. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ഒറ്റപ്പാലത്ത് ഇത്തവണത്തെ പ്രതീക്ഷകളും സാഹചര്യങ്ങളൊക്കെ? ഒറ്റപ്പാലത്ത് നമുക്കറിയാം 2021 LDF-നെ ചേർത്ത് പിടിച്ച മണ്ഡലമാണ്. ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നല്ല മേൽക്കൈ കൃത്യമായി അടയാളപ്പെടുത്തിയ മണ്ഡലമാണ്. ഒട്ടും അഹങ്കാരത്തോടെയല്ല നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ യോജിച്ച് പ്രവർത്തിച്ച് ഇടതുപക്ഷത്തിന് അഭിമാനകരമായ വിജയം സാധ്യമാക്കുമെന്ന് ഉറപ്പുവരുത്തിയ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ പ്രദേശത്തും ഇടതുപക്ഷത്തെ സ്വീകരിക്കാൻ സർക്കാരിൻ്റെ ജനക്ഷേമ നടപടികളുടെ തുടർച്ചയിൽ ആളുകൾ ഒത്തുചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറെക്കാലം കൂടെ ഉണ്ടായിരുന്ന ഒപ്പം ഉണ്ടായിരുന്ന സഖാവ് PK ശശിയാണ്. ഇപ്പോൾ സഖാവല്ല, അദ്ദേഹം മറുവശത്താണല്ലോ. അദ്ദേഹമാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ചോർത്തുമെന്നോ പാർട്ടിക്ക് ഒരു തലവേദന ഉണ്ടാക്കുമെന്നോ കരുതുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ? ഞാൻ പറയുന്നത് LDF UDF തമ്മിലുള്ള മത്സരമാണല്ലോ. സ്വാഭാവികമായിട്ടും വളരെ കുറച്ച് പേർ, ഞാൻ എണ്ണമൊന്നും പറയുന്നില്ലെങ്കിലും ഇടതുപക്ഷത്ത് നേരത്തെ ഉണ്ടായിരുന്ന ചിലർ അദ്ദേഹത്തോടൊപ്പം പോയിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് എത്രയോ പേർ ഇടതുപക്ഷത്തേക്ക് ഇദ്ദേഹം സ്ഥാനാർത്ഥിയായതിൻ്റെ ഭാഗമായി
ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷം എന്ന് പറയുന്ന നിലപാടിനാണ്, ആ നിലപാടിന് നമ്മുടെ നാട്ടിൽ ഒരു സ്വീകാര്യതയും അംഗീകാരവും ഉണ്ട് എന്നതാണ് കാണുന്നത്. അതിനൊരു പ്രയാസം ഉണ്ടാകുമെന്ന് കരുതുന്നു. വികസനമാണോ രാഷ്ട്രീയമാണോ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നത്? ചർച്ചയാക്കുന്നത് നമ്മൾ വികസനവും രാഷ്ട്രീയവും രണ്ടും ചർച്ചയാക്കുകയാണ്. രാഷ്ട്രീയവും വികസനവും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒന്നല്ല, അത് രണ്ടും ചേർന്ന് പോകുന്ന ഒന്നാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം വികസനത്തെ കാണുന്നത് മറ്റൊരു നിലയിലാണ് എന്ന് മാത്രം, സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിന്തയാണ്. ഇപ്പോൾ ഞാൻ പറയാം, നോട്ട് പുസ്തകം സമ്മാനമായി കൊടുക്കുന്ന രീതി ഇന്ന് അവലംബിച്ചപ്പോൾ ഇന്ന് രാവിലെ അകവണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പലപ്പാറ പഞ്ചായത്തിൽ നിന്നാണ് ഞങ്ങൾ പര്യടനം തുടങ്ങിയത്. അവരവിടെ ചെയ്തത് പ്രായമായവർക്ക് കൊടുക്കാൻ കഴിയുന്ന ബ്ലാങ്കറ്റ് ഉൾപ്പെടെയുള്ളവ നമുക്ക് തരുമായിരുന്നു. അപ്പോൾ അത്തരം പുതപ്പും മറ്റ് സാധനങ്ങളും എങ്ങനെ പ്രായമായവർക്ക് കൊടുക്കാൻ MLA സ്വീകരിക്കുമ്പോൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താണോ മുന്നോട്ട് വയ്ക്കുന്നത് അതിനപ്പുറത്ത് കാര്യങ്ങളെ സമഗ്രമായി കാണാനും ചിന്തിക്കാനും ഒക്കെ കഴിയുന്നവർ താഴെ തട്ടിൽ ഇടതുപക്ഷത്തിനുണ്ട്. അതാണ് ഇടതുപക്ഷം യഥാർത്ഥത്തിൽ ആ വേരാണ് ഇടതുപക്ഷമാക്കുന്നത്. ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. ജയപരാജയങ്ങൾക്കപ്പുറത്ത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പക്ഷമാണ്. ആ പക്ഷം ഹൃദയപക്ഷമാണ്. ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമാക്കി സ്വീകരിക്കുന്ന ഒറ്റപ്പാലത്തുകാർ അത്യുജ്വലമായ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമെന്ന ആത്മവിശ്വാസമാണുള്ളത്. അമിത ആത്മവിശ്വാസവും അഹങ്കാരവുമില്ല, വിനയപൂർവ്വം ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. പ്രചരണത്തിലെ വ്യത്യസ്തത അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മണ്ഡലത്തിൽ രാഷ്ട്രീയം പറഞ്ഞാലും വികസനം പറഞ്ഞാലും ഇടതുപക്ഷത്തിനൊപ്പം തന്നെ ജനം നിൽക്കും എന്നൊരു ആത്മവിശ്വാസം കൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. തന്റെ എഫക്ട് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ മാത്രമാകില്ലെന്നാണ് PK ശശി പറയുന്നത്. തൃത്താലയിലും ഷൊർണൂരിലും കോങ്ങാടും ചിറ്റൂരിലും ആലത്തൂരിലും മണ്ണാർക്കാടുമെല്ലാം ഇത് പ്രതിഫലിക്കും. ഇടതുപക്ഷത്ത് നിന്ന് തനിക്ക് അനുകൂലമായി വോട്ടൊഴുകും. ആഴത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ തുണയാകുമെന്നും ഒറ്റപ്പാലത്ത് മികച്ച വിജയം നേടുമെന്നും PK ശശി ന്യൂസ് 18നോട് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. VD സതീശൻ പറഞ്ഞ വിസ്മയങ്ങളിലൊന്ന് ഒറ്റപ്പാലത്താണ് സംഭവിച്ചത്. ഇടതുപക്ഷത്തിന്റെ ശക്തനായ നേതാവായ PK ശശി UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നു. ശശിയേട്ടാ, ഇടതുപക്ഷത്തു നിന്ന് വലതുപക്ഷത്തേക്ക് മാറുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഒരു മാറ്റങ്ങളാണ് അങ്ങേക്ക് തോന്നുന്നത്? പ്രചരണ പ്രവർത്തനങ്ങളിലും സംഘടനാപരമായ പ്രവർത്തനങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയാണ് UDFനുള്ളത്. അപ്പോൾ അതിൻ്റെ ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളാകപ്പോൾ ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം UDFന്റെ പ്രവർത്തകർക്ക് പൊതുവെ പരിചിതമായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. അവരാ സ്റ്റൈലിലാണ് നിൽക്കുക സ്വാഭാവികമായിട്ടും. അപ്പോൾ എനിക്ക് പരിചയമുള്ളത് മറ്റേ സ്റ്റൈലാണത്. അപ്പോൾ അതിനെ രണ്ടിനെയും ഞങ്ങൾ സംയോജിപ്പിക്കുകയാണ്, ഞങ്ങൾ സമന്വയിപ്പിക്കുകയാണ്. അങ്ങനെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പൊതുവായിട്ടുള്ളൊരു ലൈൻ ഉണ്ടാക്കി ഒരു പ്രവർത്തന രീതി ആവിഷ്കരിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട സംശയം, ഇത്രയും കാലം അങ്ങ് നിശ്ചിതമായി വിമർശിച്ചവരാണ് ഇപ്പോൾ അങ്ങയുടെ കൂടെ ഉള്ളത്. UDFലെ പ്രവർത്തകർ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായിട്ട് പല വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അവരും അതുപോലെ അങ്ങേയും വിമർശിച്ചിട്ടുണ്ടാവും. ഇതെങ്ങനെ ഒത്തുപോകുന്നു? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.